നമസ്കാരം. 1997 സ്റ്റാർട്ട് ചെയ്ത അമേരിക്കൻ കമ്പനിയാണ് നെറ്റ്ഫ്ലിക്സ്. ഇന്ന് ഇന്ത്യയിൽ മാത്രം നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രൈബേഴ്സ് 65 ലക്ഷത്തിന് മുകളിലാണ്. 149 രൂപ മുതൽ അങ്ങ് 649 രൂപ വരെ വിവിധ തരം പ്ലാനുകളിൽ നെറ്റ്ഫ്ലിക്സ് ലഭ്യമാണ്. OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വിവിധ രാജ്യങ്ങളിൽ സൗജന്യ സേവനത്തിന് ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ട്. കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് സൗജന്യ സേവനം ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. നേരത്തെ ആഫ്രിക്കൻ രാജ്യമായ കെന്യയിൽ നെറ്റ്ഫ്ലിക്സ് സൗജന്യ സേവനം പരീക്ഷിച്ചിരുന്നു 2021. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വർഷത്തോളം കെന്യയിൽ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയോയും ഏകദേശം ഇതേ മാർഗത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ വേരുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഫ്രീ ആയി സിം കൊടുത്തു, നെറ്റ് കൊടുത്തു, അതിനുശേഷം പയ്യെ പ്ലാനുകൾ കൊണ്ടുവരികയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് കൂടുതൽ വലിയ വിപണികളിൽ സൗജന്യ സേവനങ്ങൾ അവതരിപ്പിക്കാനാണ് നെറ്റ്ഫ്ലിക്സിന്റെ പദ്ധതി എന്ന് റിപ്പോർട്ട് നൽകുന്ന സൂചനയുണ്ട്. പ്രത്യേകിച്ചും സൗജന്യ TV നെറ്റ്വർക്കുകൾക്ക് സ്വീകാര്യതയുള്ള നാടുകളിൽ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലും നെറ്റ്ഫ്ലിക്സിന്റെ സൗജന്യ സേവനം എത്താൻ സാധ്യത ഏറെയാണ്. US എന്തായാലും നെറ്റ്ഫ്ലിക്സ് സൗജന്യ സേവനം നടപ്പാക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. കാരണം നെറ്റ്ഫ്ലിക്സിന്റെ US നിന്ന് ലഭിക്കാവുന്നതിന്റെ പരമാവധി ഉപഭോക്താക്കളെ ഇതിനോടകം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ്. സൗജന്യ സേവനം ആരംഭിക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ നെറ്റ്ഫ്ലിക്സ് ഉപഭോക്താക്കളായി മാറുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. നെറ്റ്ഫ്ലിക്സിന്റെ നിലവിലുള്ള താരിഫുകൾ താങ്ങാൻ പറ്റാത്തവർ സൗജന്യ സേവനം ആരംഭിക്കുന്നതോടുകൂടി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമെന്നും കമ്പനി കണക്കുകൂട്ടുകയാണ്. കൂടുതൽ പരസ്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്ന വെല്ലുവിളി കൂടി ഇതിന്റെ ഭാഗമായി കമ്പനി അഭിമുഖീകരിക്കേണ്ടി വരും. നിലവിൽ യൂട്യൂബ് കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രീതിയുള്ള വീഡിയോ സ്ട്രീമിംഗ് സംവിധാനമാണ് നെറ്റ്ഫ്ലിക്സ്. എന്നാൽ പരസ്യ വിതരണത്തിന്റെ കാര്യത്തിൽ നെറ്റ്ഫ്ലിക്സ് ബഹുദൂരം പിന്നിലാണ്. പ്രേക്ഷകരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷൻ തുകയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ പ്രധാന വരുമാന മാർഗം. എന്തായാലും സൗജന്യ സേവനത്തിന്റെ കാര്യത്തിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.